ഛേ, എന്നാലും ഇത് എവിടെ പോയി? ഒന്നും കാണാനില്ലല്ലോ. ഞാൻ രാവിലെ അവിടെ പോയിരുന്നു. ഇല്ലല്ല, ഇവിടെ തന്നെ ഉണ്ടാവും. കാണാം. രതീഷേ, നീ എന്താ തപ്പണത്? ഇവിടെ എന്റെ ഒരു സാധനം കളഞ്ഞു ഇവിടെ. നിന്റെ എന്ത് സാധനം കളഞ്ഞു? ഇത് ഒരു 2 രൂപ കളഞ്ഞു ഇവിടെ. 2 രൂപയാ? ഓ, എന്താ 2 രൂപയ്ക്ക് നിനക്കൊരു പുച്ഛം? ഇവിടെ നീ 2 രൂപയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് തപ്പണ? എടാ അത് നീ കള. ഞാൻ ഒരു കിടുക്കൻ കോള് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3000 രൂപ. കിടുക്കൻ കോളെന്ന് വെച്ചാൽ കിടുക്കൻ കോള്. ഇന്ന് വരെ നീ ചെയ്തിട്ടില്ലാത്തൊരു സൂപ്പർ ഒരു പണിയാണ്. പറ്റുമെങ്കിൽ ചെയ്തോട്. 3000 രൂപ വാങ്ങിച്ചു നിനക്ക്. എടേ, 3500 രൂപ കിട്ടുന്ന കേസാ. ഇവിടെ കൂലിപ്പണിക്ക് പോയി അവരെ കിട്ടുന്നത് 750 രൂപ. നീ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ടുപോകും. എന്ത് വേണോ വെച്ചാൽ എന്നെ കൊണ്ട് മാക്സിമം യൂസ് ചെയ്യുന്ന കൊണ്ടുപോകും. നീ നേരല്ല പൈസ നിന്നുമ്പോ ചാവാ നിൽക്കാം. നിന്നെ ജ്യൂസ് ചെയ്യാൻ നീ എന്തൊരു പെണ്ണാ? നീ സംഭവം എന്താണെന്ന് പറയടേ. സംഭവം പറ. നീ ഇവിടെ എന്റെ മാമൻ അവിടെ താമസിക്കുന്ന എനിക്കറിയാമോ? ഓ, എവിടെ? അങ്ങ് ചെറായ കരയും. മാമന്റെ വീട്ടിന്റെ അടുത്ത് പുതിയതായിട്ട് ഒരാള് വീട് വാങ്ങിച്ചു. അപ്പൊ സംഭവം എന്താണെന്ന് അറിയാമോ? ഇത് കേട്ടാ നിനക്ക് ചിരി വരും. സംഭവം അവൻ വെള്ളം അടിച്ചോണ്ട് മാമനെ ഭയങ്കര ചീത്തവിളി എന്ന് പറഞ്ഞാൽ കണ്ണ് പോട്ട ചീത്തവിളി. എങ്ങനെങ്കിലും മാമന്റെ വസ്തു അവന് വാങ്ങി എടുക്കണമെന്നാണ് അവൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും ഒരു വഴി യവനെതിരെ ചെയ്യാൻ പറ്റിയ 3000 രൂപ നിനക്ക് ഞാൻ വാങ്ങിച്ചു. ചേടേ, ഇതൊക്കെ സിമ്പിൾ കാര്യം. നീ ഒരു കാര്യം ആദ്യം കേള. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ എന്നെ ഒരെണ്ണം വിളിച്ചാൽ ഞാൻ അങ്ങേരെ 9 വിളിക്കും. അങ്ങേര് എന്റെ അച്ഛനെ വിളിച്ചാൽ അവന്റെ അച്ഛന്റെ അച്ഛനെ ഞാൻ വിളിക്കും. അങ്ങേര് എന്റെ അച്ഛന്റെ അച്ഛനെ വിളിച്ചാൽ ഞാൻ അവന്റെ കുഞ്ഞമ്മയെ വിളിക്കും. പുതിയ ഒരെണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ കേൾക്കണം. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നീ എനിക്ക് തോന്നുന്നു അയാളെക്കാളും സംഭവം നീ വിളിച്ചത് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട് കിടുക്കം തന്നെ. അയാൾ നിന്റെ അടുത്ത് വരില്ല. പക്ഷെ മാമൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്തെ വീട്ടുകാർക്ക് നമ്മൾ അവനെ പോലെ തരം താഴാൻ പാടില്ലെന്നാണ് മാമന്റെ അഭിപ്രായം. മാമൻ പറഞ്ഞത് ചീത്ത വിളിക്കേണ്ട, പകരം കൊഞ്ഞനം കാണിക്കും. കൊഞ്ഞനം കാണിക്കാനാ? നിനക്ക് എന്നുള്ള സുഖമല്ലേ? എനിക്കതൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ കൊച്ചു പിള്ളേർ കാണിക്കുന്ന പരിപാടിയല്ലേ കൊഞ്ഞനം കാണിക്കാൻ. അതൊന്നും പറ്റൊന്നുമില്ല. എടേ, നീ വലിയ പാടൊന്നുമില്ല. ഞാൻ കാണിച്ചു തരുമ്പോൾ നീ കാണിച്ചാൽ മതി. അവിടെ ഇതാകുമ്പോൾ മാമൻ പറഞ്ഞത് ശബ്ദം കേൾക്കൂലല്ല. മനസ്സിലായില്ലേ? നാട്ടുകാർ നോക്കുമ്പോൾ നമ്മൾ കൊഞ്ഞനം വെച്ചാൽ അപ്പൊ അവൻ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ എന്ത് കാണിക്കണോ അവൻ അതുപോലെ തിരിച്ചും കാണിക്കും. ഇങ്ങനെയാണ് കാണിക്കേണ്ടത് കൊഞ്ഞനം. ഇത് മാത്രം കാണിച്ചാൽ മതിയാ? ഞാൻ പിന്നെ ഒരു വേറെ വെറൈറ്റി സംഭവം ഉണ്ട്, അതുകൊണ്ട് കാണിക്കട്ടെ. എന്തിനാണ്? ഞാൻ തുറുവാക്കി കാണിക്കട്ടാടാ. ഇപ്പോഴാണ് നിക്കറ് വിട്ടിട്ടില്ല. എങ്ങനെയുണ്ട്? നീ കൊഞ്ഞണം കാണിച്ചാൽ മതി. കൊഞ്ഞനം കാണിച്ചാൽ മതിയാ? ഇത് മതിയാ? ഉപ്പരി. അപ്പൊ നീ പറഞ്ഞ കാര്യമെല്ലാം ചെയ്യുമല്ല? ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും, ഉറപ്പായിട്ട്. സംഭവം എന്റെ ഫോൺ കാണാല്ലേ മാമനെ വിളിക്കാൻ? നിന്റെ ഫോണ് കാണാനില്ല? ഇതാണോ നിന്റെ ഫോൺ? ഇത് തന്നെ എന്റെ ഫോൺ. അപ്പൊ നിന്റെ ഫോൺ കിട്ടില്ല? വിളി വിളി, മാമനെ വിളി. അപ്പൊ ഓക്കെ, മൊബൈലൊക്കെ കിട്ടി. വേറൊരു ചിക്കലുണ്ട്. സംഭവം ഒന്നുമില്ല, വണ്ടി ഓടിക്കാൻ വഴിയില്ല. വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ എന്റെ താക്കോല് പേഴ്സിനകത്ത് വെച്ച് പേഴ്സ് അവിടെ പോയി പോയി. പേഴ്സാ? എടാ, ഇത് തന്നെ നിന്റെ പേഴ്സ്. നോക്ക്, നിനക്ക് പേഴ്സും കിട്ടി, ഫോണും കിട്ടി, സമാധാനമല്ല. ഇല്ലെങ്കിൽ പോവാം. വിളി അയാളെ, നിന്റെ മാമനെ. എടാ, ഇന്നാള് സുഭാഷൊക്കെ പറഞ്ഞു നിനക്ക് ചെറിയ മോഷണമുണ്ട്. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ നീ എന്റെ തന്നെല്ലാടാ മൊബൈലും പേഴ്സും അടിച്ചോണ്ട് പോയത്. ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റിയതാടാ. നിന്നെ കറക്കി പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഊരാ കൊടുക്കുന്ന അങ്ങ് വ്യക്തമൊക്കെ പെയ്യത്. നീ പൈസ എന്ന് പറഞ്ഞാൽ ചാവുമെന്ന് അവന്മാരൊക്കെ പറഞ്ഞു. ഞാൻ സാധനം കാണാനല്ലോ. നീ റോഡ് മൊത്തം അന്വേഷിച്ച് കിടന്നപ്പോഴാണ് പാവക്കുട്ടൻ പറഞ്ഞത് നീ എടുത്തോണ്ട് എന്നെ പൊക്കാണ്. കൊള്ളാടെ, നല്ല പയ്യൻ കേട്ടാ. കാണാം. ഇത് എനിക്ക് ആരെന്റെ മൂട്ടിൽ ഇരുന്ന് കിട്ടിയതാ. ഞാൻ നിനക്ക് തരാൻ വേണ്ടി എടുത്ത് വെച്ചല്ലേ. നിന്നെ എന്തോന്നേ നീ പറയണത്? ഞാൻ നിന്റെ വീട്ടിൽ വന്നടേ മോട്ടിക്കാൻ വേണ്ടിയിട്ട്. നീ ഒരു മാതിരി ഇല്ലാത്ത കാര്യം എന്റെ അടുത്ത് പറയല്ലേ കേട്ടടേ. നീ പോ, കൂടുതൽ താളമൊന്നും അടിക്കരുത്. നിന്നെ എനിക്ക് പൂക്കി അടിക്കേണ്ട ദേഷ്യമാണ് പറഞ്ഞത് കേട്ടാ. എടാ, നീ ചോദിച്ചാൽ ഞങ്ങൾക്ക് തരൂല. ഓട്ടടേ. ശേ, ഇവന്റെ അടുത്ത് ചോദിച്ചു നോക്കിയിരുന്നെങ്കിൽ തരുമായിരുന്നല്ലേ പറഞ്ഞത്. വെറുതെ ചോദിച്ചു നോക്കിയാ മതിയായിരുന്നു. ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടി. അവന്റെ മാമന്റെ വീട്ടിൽ പോണ്, അവനെ ചീത്ത വിളിക്കണം, കൊഞ്ഞനം കാണിക്കണം. ഇവന് വല്ല CBI-ലായിട്ട് ജോലി കിട്ടിയിരുന്ന എന്ത് ചെയ്യുമായിരുന്നു കള്ളന്മാരുടെ അവസ്ഥ? ദൈവമേ, പോലീസ് പിടിച്ച് കൊടുക്കാത്തത് ഭാഗ്യമായിപ്പോയി.